ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടില്ലേ ആ പ്രോട്ടീൻ മിശ്രിതം എങ്ങനെയാണ് ഇത് നമ്മൾ എല്ലാം കൂടി ആക്കിയിട്ട് വളരെല്ലാം ചേർത്ത് എങ്ങനെയാണ് പ്രോട്ടീൻ മിശ്രിതം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അത് ആക്കിയിട്ട് അതാണ് വേണ്ടത്. നമ്മൾ പച്ചക്കറി കൃഷി തുടങ്ങാൻ പോകുമ്പോൾ തന്നെ ആദ്യം നമ്മൾ പ്രോട്ടീൻ മിശ്രിതം ആക്കി വെക്കണം. പ്രോട്ടീൻ മിശ്രിതം എങ്ങനെയാണ് ഞാനത് കാണിച്ചു തരാം. ഞാൻ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെന്നാണെന്നറിയോ ഈ ബക്കറ്റിൽ ഇതെന്ന് വെച്ചാൽ ഇത് കമ്പോസ്റ്റാണ്, റിങ് കമ്പോസ്റ്റിൻ്റെ അറ്റ വളമാണ്. ഇതെല്ലാ സംഗതി അടങ്ങിയിട്ടുള്ളത് കേട്ടോ, എല്ലാ സംഗതി ഉള്ളതാണ്. ഇതല്ലേ ഇതാ, ഇത് പ്രോട്ടീൻ മിശ്രിതമാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ ഇത് ആലവളമാണ്, അല്ല ഇത് പൊടിവള, ഇത് വളമാണ്. ഇത് വളം കേട്ടാ, ഇതാണ് നമ്മുടെ സാധാരണയുള്ള കാലിവള. ഇത് കണ്ടില്ലേ, അതാണ് ഇത് മഴ നനഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ. എന്താ ഇതും കൂടി ഇങ്ങനെ എടുക്കുക, കണ്ടില്ലേ, ഇത് വിട്ടില്ലേ. ഇനി തൊലി നന്നാച്ചാൽ കുറച്ചും കൂടി ഇടണം. ഇനി ഒരു ചാക്കും കൂടി പൊളിച്ചിട്ട് നമുക്ക് ഇടുന്നതിൻ്റെ അകത്ത് ഒരു ചാക്കും കൂടി എടുക്കണം. അതിന് വെള്ളുന്ന ഒരു ചാക്ക് നിൽക്കട്ടെ. ഒരു ചാക്ക് വളം ഇങ്ങോട്ട് എടുത്തത് കണ്ടാ, ഇത് ചാക്ക് വളം ഇങ്ങോട്ട് എടുക്കുക. ഒരു ചാക്ക് വളം ഉണ്ട്. ഇതെല്ലാം കൂടി എനിക്കിപ്പം 20 തൈ നടണ്ടേ, അതിന് വേണ്ടിയിട്ട് അത്രയും വേണം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിപ്പം എന്തെല്ലാം വേണ്ടത് വെച്ചാൽ കുമ്മായം, ചകിരിച്ചോറ്, അലവളം, പിന്നെ കുറച്ച് റിങ് കമ്പോസ്റ്റിൻ്റെ വളം, അതായത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിൽ മുട്ടത്തോട് മുതൽ പിടിച്ചിട്ട് എല്ലാ കാര്യം, ചോറ് മുതൽ പിടിച്ച് എല്ലാ സാധനവും അതിൽ അടങ്ങിയിട്ടുള്ളതാണ്. അത് നല്ലൊരു വളമാണ്. പിന്നെ എന്താ വെച്ചാൽ കുമ്മായം, ഇത് കണ്ടില്ലേ കുമ്മായം ഇത് ഞാൻ തേച്ചിലിട്ടേ, ഇട്ടാൽ മാത്രമേ നമുക്ക് ഇതിപ്പോൾ കണ്ടില്ലേ. ഇത്ര വേണം. ഇതിനകത്തിട്ടാകുമ്പോൾ മുന്നിരുന്ന് സാരിയാക്കാം. തൽക്കാലം ഇത് ഇട്ടിട്ടെ. ഇതിന് ശേഷം ഇതിലെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് കുമ്മായം ഇടണം. ഇതാണ് മറ്റേ വളം, എന്താ കമ്പോസ്റ്റ് വളം. ഇത് കോരി എടുത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് അതിന് തന്നെ കോരി എടുത്തിട്ട് വരും. എന്താ പിന്നെ ഗ്രീൻ കമ്പോസ്റ്റിൻ്റെ അകത്തെ വളം അത്. പിന്നെ ചപ്പും കൂടി അതിലിടും, ഇത് നല്ലതാണ്. ഇതുണ്ടല്ലേ, ഈ ചപ്പും കൂടി, ഈ സീമക്കൊന്നേൻ്റെ ചപ്പും കൂടി ഇതിൻ്റെ അകത്ത് ഇടുന്നത് നല്ലതാണ്. നല്ലൊരു വളമായിട്ട് വരാനാണ്. നല്ല പിന്നെ നമ്മൾ നട്ട കുറച്ച് നാളത്തേക്ക് ഒന്നും വേണ്ട. ഇതെല്ലാം ഇങ്ങനെ ഇട്ടു. ഇനി ഇതിൻ്റെ മേലെ എന്താ വെച്ചാൽ കുമ്മായം വാരിയിടാം. ഇത് കുമ്മായം ഇല്ലേ, കുമ്മായം കേട്ടോ, ഇത് കുമ്മായം. ഇത് ഇനിയിപ്പോൾ ഈ കുമ്മായം കൂടി ഇട്ട്, കുറച്ച് കുമ്മായം കൂടി ഇട്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടത്, കുറച്ച് എല്ല് പൊടി ഇടണം, കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇടണം. അതായത് ഇത് എല്ല് പൊടി കണ്ടോ. കുറച്ച് എല്ലുപൊടി ഇടട്ടെ. ഇനിയിപ്പോൾ ഇത് പിണ്ണാക്കാണ്, വേപ്പും പിണ്ണാക്ക്. ഇത് കണ്ടോ, വേപ്പും പിണ്ണാക്ക്. ഇത് നടുമ്പ് ഇട്ട് കൊടുത്താൽ അണുക്കൾ കുറയും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇട്ടു. മൊത്തം നട്ട് ഇളക്കി കൊടുക്കണം. എന്താ ഇത് ഒരു പാക്കറ്റ് അത് ഇട്ടു. ഇനിയിപ്പോൾ എല്ലുപൊടിയാണ്. ഇത് 1 കിലോ എല്ലുപൊടി ഉടനെ മിഞ്ഞാന്ന് കുറച്ച് എടുത്തതിൻ്റെ ബാക്കിയായത് ഇത് കൂടി ഇട്ടേ. എന്താ ഇങ്ങനെ ഇട്ടിട്ട് വേണം ഇത് ഇളക്കി കൂട്ടാക്കിയിട്ട് വെക്കാൻ. ഇത് കൂട്ടാക്കി വെച്ചിട്ടാകുമ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടാൽ മാത്രമേ നടാവൂ. ഇതാക്കി വെച്ചിട്ട് ഒരു 5-6 ദിവസം കഴിയണം നടലിക്കൽ. കണ്ടില്ല,
ഇതാണ് ഇപ്പോഴത്തെ ഇത് ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ഇളക്കിയിട്ട് കാണിച്ചു തരാം. അതെല്ലാം ഇട്ടില്ലേ, ഇനിയിപ്പോൾ ഒന്നും ഇടാൻ ബാക്കിയില്ല, എല്ലാം ഇട്ടു. ഇനിയിപ്പം മേടിക്കൽ നമുക്ക് ചാരം മേടിക്കലിടാം. ചാരം ഇപ്പം വേണ്ട, ചാരം കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വളം ചേർക്കുമ്പോൾ വളത്തിൻ്റെ അകത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇത് ഇളക്കട്ടെ, ഇനി ഇത് ഇളക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതാക്കി വെക്കേണ്ടത്. ഉണ്ടോ ഇത് കണ്ടില്ലേ, ഇത് ഇതേപോലെ എല്ലാം ഒരുപോലെ അഴിയിട്ട് വരണം, ഒരുപോലെ എല്ലാത്തിലും ആവണം. എന്നിട്ട് വേണം 2-3 ഒരു മറിച്ച് ഇടണം, എന്നാൽ മാത്രമേ ഇത് വളമായിക്കോട്ടെ. ഇത് ആദ്യത്തെ വളം നമ്മൾ ഇടുന്നത് ശരിയായാൽ നമ്മളെ പച്ചക്കറി ഉഷാറാവും. അല്ലെങ്കിൽ ഉണ്ടല്ലോ പച്ചക്കറിക്ക് നമ്മൾ എന്ത് പണിയിട്ടിട്ടും കാര്യമില്ല. നടുമ്പം തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചേർക്കണം. ഇതെല്ലാം ചേർത്തെങ്കിൽ മാത്രമേ പച്ചക്കറി നന്നാവൂല. ഞാനും നട്ടിന് പച്ചക്കറി നട്ട് കാര്യമില്ല. ഇതെല്ലാം ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് എടുക്കണം. ഇല്ലേ, ഇതെല്ലാം ഇളക്കിയിട്ട് മറച്ച് വെക്കാൻ ഭയങ്കര പാടാണ്. എല്ലാം കൂടി ഇളക്കി ആക്കണ്ടേ, അല്ലെങ്കിൽ ഒരു ദിക്കിലായി പോലെ. അതുകൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ ഇളക്കിയിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, അപ്പം ഇനി ഇതിപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഇളക്കി ഇവിടെ കോരി കൂട്ടിയിട്ട് അവിടെ അമർത്താതെ വെക്കുക. അമർത്തി വെച്ചിട്ടാകുമ്പോൾ പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു സെറ്റാവും. സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വാരിയിട്ടിട്ട് നമ്മൾ ആക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരുപാട് സമയം ഇളക്കി എല്ലാം വൃത്തിയാക്കണം. ആദ്യം നമ്മൾ പച്ചക്കറി നടുമ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഈ വളം പ്രോട്ടീൻ മിശ്രിതം റെഡിയായിട്ട് ആക്കുക. ഇത് ആയാൽ മാത്രമേ നമുക്ക് പച്ചക്കറിയെല്ലാം നന്നാക്കി എടുക്കാൻ പറ്റില്ല. അല്ലാണ്ട് എങ്ങനെയെങ്കിലും വാരി നട്ടിട്ട് പിന്നെ ഞാൻ നട്ട് കാര്യമില്ല. എല്ലാം കൃത്യമായിട്ട് ചെയ്യേണ്ടതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. ഏത് സംഗതി ചെയ്യുന്നതായാലും ഒരു കൃത്യമായിട്ട് തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ നല്ല അനുഭവം കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇനി നമുക്ക് ബാക്കി വളങ്ങളെല്ലാം പിന്നെ ഓരോരാഴ്ചക്ക് തന്നെ കൊടുക്കണം. ഈ ബാഗ് കൊടുക്കുമ്പോൾ ബാഗിൻ്റെ അകത്ത് നടുമ്പം ഓരോരാഴ്ചക്കും ഓരോ വളങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. എന്നുവെച്ചാൽ എന്നാലേ പച്ചക്കറി ഉണ്ടാവില്ല. അതായത് നമ്മൾ കൊടുത്ത വളം മാത്രമേ ബാഗിൻ്റെ അകത്തുള്ളൂ. അതിന് വലിച്ചെടുക്കാനുള്ള വളരുന്നതിനനുസരിച്ചിട്ട് വളം കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ കായ് വെള്ളം വെക്കൂല, നന്നാവില്ല, ഇഷ്ടംപോലെ ഉണ്ടാവില്ല, അങ്ങനെയെല്ലാം വരും. ഇനി ഞാനൊന്ന് കൈ കൊണ്ട് ഇളക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ കളിയിട്ട് ശരിക്കാവണം. ഉണ്ടോ, ഇതെല്ലാം ഇങ്ങനെ ആയിട്ട് കൈകാട്ട് ഉണ്ടോ. ഈ ചകരിച്ചോറും പുതിയ ചകരിച്ചോറായതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കി കൂട്ടി വെച്ചാൽ അതൊരു നല്ല കോഴിവളം ഉണ്ടായിരുന്നു. കോഴിവളം കൂടി കൂട്ടി വെക്കായിരുന്നു. പക്ഷേ കോഴിവളം ഇവിടെ ഇല്ല, എൻ്റെ പറമ്പത്തുണ്ട്. അത് ആരെങ്കിലും വന്നിട്ട് വേണം. അതിനൊരു ചാക്ക് എടുത്തോണ്ടേ, 3-4 ചാക്കുണ്ട് പറമ്പത്ത് വെച്ചിട്ട് കഴിഞ്ഞല്ലേ കൊണ്ടുവച്ചാൽ. അതിൻ്റെ അകത്ത് ഒരു ചാക്ക് എടുക്കണം. ഇപ്പം കണ്ടില്ലേ, ഇതാണ് നമ്മൾ പൊട്ടി മിശ്രിതം. ഇല്ലേ, കണ്ടല്ലോ നിങ്ങൾ എൻ്റെ പോട്ടി മിശ്രിതാക്കുന്നത് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരം. നിങ്ങൾ ആദ്യം പോട്ടി മിശ്രിതാക്കേണ്ട പച്ചക്കറി നടുന്നുണ്ടെങ്കിൽ ബാഗിലാക്കുന്നതിന് ഇതേപോലെ തന്നെ എല്ലാം കൂട്ടിയിട്ട് നടണം, എന്നാൽ മാത്രമേ പച്ചക്കറി നന്നാവുള്ളൂ. അതുകൊണ്ട് നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.